നോക്കൂ, ഈ ഹിന്ദുസിനെയും ക്രിസ്ത്യൻസിനെയും ഒരു പരിധിവരെ ക്രിസ്ത്യൻസിനെ പറ്റൊന്നുമില്ല, പക്ഷെ ഹിന്ദുസിനെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ എല്ലാ മേഖല പരിശോധിച്ചു കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഞമ്മന്റെ മതക്കാരാണെങ്കിൽ, സുഡാപ്പികളാണെങ്കിൽ, ജിഹാദികളാണെങ്കിൽ, മദ്രസ പൊട്ടന്മാരാണെങ്കിൽ എത്ര പെട്ടെന്നാണ് ഹിന്ദുക്കളെ പറ്റിക്കുക, ഹിന്ദുക്കൾ എത്ര പെട്ടെന്നാണ് അവരുടെ വലയിൽ ചെന്ന് വീഴുക എന്നൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെയാണ് അർജുൻ മനാഫ് വിഷയം കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസമൊക്കെ കത്തിജ്വലിച്ചു നിൽക്കുന്നത്. ഇതുവരെ മനാഫ് എന്ന് പറയുന്ന വലിയ വെള്ളരിപ്രാവ് നന്മ മരം, എന്നാൽ അവൻ നന്മ മരമല്ല, നന്മ വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ഇവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ട്, പണ്ട് നമ്മുടെ തുവൂർ കിണറ്റിൽ നമ്മുടെ വാര്യം കൊണ്ടൻ കൊണ്ടേയിട്ടില്ലേ, അതുപോലെ കൊണ്ടയിടണം എന്ന് തോന്നുക. കാരണം അത്രയ്ക്കുണ്ട് ഈ ജിഹാദി പ്രേമം നമ്മുടെ ഈ സമുദായത്തിൽ എന്നുള്ളതാണ്. എന്തായാലും ഞാനിതൊക്കെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്ത് വന്നത് കണ്ടതാണ് നമ്മൾ. മനാഫിന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ നോക്കി എന്നുള്ളതൊക്കെ അവർ പച്ചയ്ക്ക് പറഞ്ഞു. എന്താണ് മനാഫ് എന്ന് പറയുന്ന വെറും ഒരു, എന്താണ് അവനെ പറയാ, അവനെ ഉദ്ദേശിച്ച് പറയാൻ ഇനി വാക്കുകളില്ല എന്നുള്ളതാണ്. കാരണം എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഈ ഡാഷ്മോനെ വിളിക്കേണ്ടത്. പക്ഷെ ഇനി ഇവനെ അത് വിളിക്കാൻ പോലും ഇവൻ യോഗ്യനല്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ഈ അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിന് ശേഷം ഇവന്റെ മറു പ്രതികരണം എടുത്ത സമയത്ത് ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ഒരു ആവറേജ് മദ്രസ പൊട്ടൻ, അതല്ലെങ്കിൽ ഈ മദ്രസ കിതാബ് പഠിച്ച ഇവന്മാർക്കൊക്കെ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക എന്തെന്നറിയാമോ? സെക്സുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ നമ്മുടെ രഹസ്യമായി സൂക്ഷിക്കേണ്ട, അതല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ പരസ്പരം ആ ഭാര്യ ഭർത്താവ് അറിഞ്ഞിരിക്കേണ്ട ബന്ധങ്ങളൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് നാട്ടുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ളൊക്കെ വയലുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇവരുടെ മത പഠനം അതല്ലെങ്കിൽ മത പ്രഭാഷണ വേളകളിലൊക്കെ നമ്മൾ കേൾക്കും. അത് മൈക്കിലൂടെ കെട്ടി കേൾപ്പിക്കുകയും ചെയ്യും. അത്തരത്തിൽ ഇവൻ ഇന്നലെ കഴിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകയോട്, ഒരു ലേഡിയാണ് ചോദിച്ചത്, ഇവന്റെ ബൈക്ക്, അതായത് അർജുൻ മരണപ്പെടുന്നതിന് മുൻപ്, ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് അർജുന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയിട്ട് ഒരു വർക്ക്ഷോപ്പ് കൊണ്ടുപോകുന്നു. ആ വർക്ക്ഷോപ്പിൽ അത് പണി കഴിഞ്ഞ് വെച്ചു. അതിനുശേഷമാണ് അർജുന് ഈ പറയുന്ന ദുരന്തം നേരിട്ടത്. അപ്പോൾ അർജുൻ അതിന്റെ കുടുംബം കാശ് പോലും കൊടുത്തിട്ട് പോലും ആ വാഹനം മനാഫിന്റെ വീട്ടിലേക്കാണ് മനാഫ് കൊണ്ടുവെക്കുന്നത്. എന്നിട്ട് അതിനുശേഷം മനാഫ് ഈ അർജുന്റെ ഈ ബൈക്ക് കാണിച്ചിട്ട് പോലും ഏതൊക്കെ യൂട്യൂബേഴ്സിനെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അർജുൻ മരിച്ച അർജുന്റെ ബൈക്കിനെ പോലും ഉപയോഗിച്ചു എന്നുള്ള കുടുംബത്തിന്റെ ആരോപണമൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ. അത് ഒരു പത്രപ്രവർത്തക, ഒരു വനിതാ മാധ്യമ പ്രവർത്തക മനാഫിനോട് ചോദിക്കുമ്പോൾ ഇവന്റെ മറുപടി ഉണ്ട്. അത് കേൾക്കേണ്ടത് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരൊക്കെ വെറും ലിംഗം കൊണ്ടാണ് ചിന്തിക്കുക, തലച്ചോറ് കൊണ്ടല്ല. അതുകൊണ്ടാണ് ഈ സെക്സ് എല്ലാത്തിലും മിക്സ് ചെയ്തുകൊണ്ട് ഈ കാമഭ്രാന്തന്മാർ ഇങ്ങനെ സംസാരിക്കുന്നത്. കേട്ടു നോക്കാം ഇവന്റെ ആ പ്രതികരണം. അർജുന്റെ ബൈക്കുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബിൽ വന്ന ഒരു പെയിന്റ് അടിയുമായി ബന്ധപ്പെട്ടൊക്കെ കുടുംബം ഇപ്പം ഉന്നയിക്കുന്നുണ്ട്. വീട്ടിന്റെ കൊലായില് അർജുന്റെ വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ അതൊരു യൂട്യൂബിൽ കാണിച്ചു. അപ്പൊ ഞാനായി ബൈക്കല്ലേ കാണിച്ചു കൊടുത്തു, മറ്റേ സെറ്റിയും എല്ലാരെ കാണിച്ചു കൊടുത്തു, ബൈക്കല്ലേ കാണിച്ചു കൊടുത്തു, മറ്റേ സെറ്റിയും എല്ലാരെ കാണിച്ചു കൊടുത്തു, ബൈക്കല്ലേ കാണിച്ചു കൊടുത്തു. അതായത് ഇവന്റെ കോലായിൽ, ഇവന്റെ തിണ്ടത്ത്, മലപ്പുറം ഭാഷ കോഴിക്കോട് ഭാഷയിലൊക്കെ പറയുന്നതാണ്, നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിനൊക്കെ പറയുന്നതാണ് കോലായിൽ, അതല്ലെങ്കിൽ പോർച്ചിനൊക്കെ കോലായി എന്നൊക്കെ പറയുവന്മാര്. അത്തരത്തിൽ ഇവന്റെ കോലായിൽ ഈ പറയുന്ന അർജുന്റെ ബൈക്ക് കയറ്റി വെച്ചു. ആ ബൈക്ക് ഞാനൊരു യൂട്യൂബർക്ക് കാണിച്ചു കൊടുത്തു. ബൈക്കല്ലേ കാണിച്ചു കൊടുത്തത്, ഞാൻ ഓന്റെ ഷെഡ്ഡി ഒന്നുമല്ലല്ലോ കാണിച്ചു കൊടുത്തത്. ഇതിൽ പരം ഒരു അപമാനിക്കൽ വേറെ എന്ത് വേണമെന്നത് ഓരോ മനുഷ്യരും ചോദിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇനി ഇത്തരത്തിൽ അർജുൻ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട എന്ന് തന്നെ പറയാം, വളരെ ദാരുണമായി മരണപ്പെട്ട അർജുന്റെ ഷെഡ്ഡി അല്ലല്ലോ കാണിച്ചു കൊടുത്തത്, അവന്റെ ബൈക്കല്ലേ ഞാൻ കാണിച്ചു കൊടുത്തത് എന്ന് പറയുന്ന ഈ ചെറ്റയുടെ മുഖത്തുള്ള ഓരോ അടിയുമായിരിക്കണം മാക്സിമം ആളുകളിലേക്ക് ഈ ചെറ്റയുടെ ഈ വാക്കുകൾ കേൾപ്പിക്കേണ്ടതിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഒന്നുകൂടെ കേട്ടു നോക്കാം ആ ചെറ്റയുടെ ആ വാക്ക്, ആ ചെറ്റത്ര വർത്തമാനം. ബൈക്കല്ലേ കാണിച്ചു കൊടുത്തത്, ഓന്റെ ഷെഡ്ഡി അല്ലേ. ബൈക്കുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബിൽ വന്ന ഒരു പെയിന്റ് അടിയുമായി ബന്ധപ്പെട്ടൊക്കെ കുടുംബം ഇപ്പം ഉന്നയിക്കുന്നുണ്ട്. വീട്ടിന്റെ കൊലായില് അർജുന്റെ വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ അതൊരു യൂട്യൂബിൽ കാണിച്ചു. അപ്പൊ ഞാനായി ബൈക്കല്ലേ കാണിച്ചു കൊടുത്തു, മറ്റേ സെറ്റിയും എല്ലാരെ കാണിച്ചു കൊടുത്തു, ബൈക്കല്ലേ കാണിച്ചു കൊടുത്തു, മറ്റേ സെറ്റിയും എല്ലാരെ കാണിച്ചു കൊടുത്തു, ബൈക്കല്ലേ കാണിച്ചു കൊടുത്തു, മറ്റേ സെറ്റിയും എല്ലാരെ കാണിച്ചു കൊടുത്തു,
മൈക്കല്ലേ നോക്കോ, ഇത് ഈ ഓഡിയോ കേട്ടപ്പോ എന്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചെന്തെന്നറിയാമോ? ഇവന്റെ ഈ മനാഫിന്റെ ഏതെങ്കിലും, ഇപ്പൊ മനാഫിന്റെ കുടുംബത്തിലുള്ള, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം നാമധാരിയായിട്ടുള്ള മനാഫിനെ പോലെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരുത്തന്റെ കേട്ടോ, മനാഫിന്റെ അല്ല ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരുത്തന്റെ ഭാര്യയ്ക്ക് ഇതേ മതസ്ഥനായിട്ടുള്ള ഇതേ അവസ്ഥയിൽ അവന്റെ ഭാര്യയ്ക്കോ അവന്റെ മകൾക്കോ അവന്റെ ഉമ്മയ്ക്കോ ആണ് അർജുന് തുല്യമായിട്ടുള്ള ആ ദുരന്തം സംഭവിച്ചതെങ്കിൽ ആ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇവനോ അല്ലെങ്കിൽ ഇവനെ തുല്യനായിട്ടുള്ള ഏതെങ്കിലും ഒരു സുഡാപ്പി പറയുമോ, ഞാൻ ഓളെ ഷെഡ്ഡി, ഓന്റെ ഉമ്മാന്റെ അതല്ലെങ്കിൽ ഓന്റെ ഭാര്യയുടെ, ഞാൻ ഓളുടെ ഷെഡ്ഡി അല്ലല്ലോ കാണിച്ചു കൊടുത്തത് എന്ന് ഇവർ പറയുമോ? ഇല്ല. ഇവരിത് ധൈര്യമായിട്ട് പറയുന്നത് എന്തെന്നറിയാമോ? ഇവനറിയാം ഇവൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വെട്ടുകിളിക്കൂട്ടം ഇവനെ സംരക്ഷിക്കും എന്നുള്ളതും, മദ്രസ പൊട്ടന്മാരായിട്ടുള്ള രാജ്യദ്രോഹികളായിട്ടുള്ള ഇവിടുത്തെ ഈ പറയുന്ന സുഡാപ്പി കൂട്ടങ്ങൾ, ഈ മദ്രസ കുണ്ടന്മാർ ഇവനെ സംരക്ഷിക്കും എന്നുള്ളതും അതിന് കൂട്ടിച്ചേർന്ന് മറ്റുള്ളവരും വരും. ആരാ കൂട്ടിച്ചേർന്നുള്ളത്? ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ ഒരു അഞ്ജു പാർവതി സുബീഷ് എന്നൊക്കെ പറയുന്ന, എനിക്ക് തോന്നുന്നു അവർ ഈസ്റ്റ് കോസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു ലേഡിയാണ്. എനിക്ക് അങ്ങനെ പരിചയമുണ്ട്. എന്റെ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിലെ ഒരു ഫ്രണ്ടുമാണ് ഈ അഞ്ജു പാർവതി സുബീഷ് എന്ന് പറയുന്ന ആ സ്ത്രീയൊക്കെ. അവരൊക്കെ ഈ മനാഫിന് വേണ്ടി ഇപ്പോഴും നിരന്തരം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അവരിപ്പോ പറയുന്നത് എന്തറിയാമോ? മനാഫ് അത്ര ദിവസം അവിടെ നോക്കൂ, ഈ മനാഫ് നിന്നത് വെറുതെ അല്ല എന്നുള്ളത് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കും. മനാഫിന്റെ ലോറി നഷ്ടപ്പെട്ടു എന്ന് ഒരു പത്രത്തിൽ വന്നത് കൊണ്ടോ അല്ലെങ്കിൽ 4 യൂട്യൂബ് ചാനൽ കൊണ്ടോ ഈ പത്ര റിപ്പോർട്ടേഴ്സ് വന്ന് ചാനലിൽ റിപ്പോർട്ട് കൊടുത്താലോ ഒന്നും അവന് ഇൻഷുറൻസ് കിട്ടില്ല. അവന്റെ പുതിയ വണ്ടിയാണെന്ന് എന്റെ അറിവ്. അത്തരത്തിൽ പുതിയൊരു വണ്ടി നഷ്ടപ്പെട്ടത് എവിടെ എന്നുള്ളതും ആ നഷ്ടപ്പെട്ടു എന്നുള്ളതിന് കൃത്യമായിട്ട് ആധികാരികമായിട്ട് അവിടുത്തെ നിയമ സംവിധാനങ്ങളിലൂടെ തെളിവ് കളക്ട് ചെയ്ത് തെളിവ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ, ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഇവന് ഇൻഷൂർ കിട്ടുകയുള്ളൂ. പലരും പറയുന്നത് കേട്ടോ, ഇത്തരത്തിൽ ഇവന് ആ വണ്ടി കണ്ടെടുക്കേണ്ട ആവശ്യമോ ഇല്ല അവന് ഇൻഷൂർ കിട്ടാൻ എന്ന് പല പൊട്ടന്മാരും പറയുന്നത് കേട്ടോ. ഞാനൊരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരാളോട് ഇതിന്റെ സംശയം തീർത്തും അദ്ദേഹം പറഞ്ഞത്, മനാഫ് പറയാണ് എന്റെ വണ്ടി വെള്ളത്തിൽ പോയി, എന്റെ വണ്ടി മണ്ണിന്റെ ഉള്ളിൽ പോയി എന്ന് പറഞ്ഞത് കൊണ്ട് വണ്ടിക്ക് ഇൻഷൂർ കിട്ടില്ല. അത് പോലീസ് സംവിധാനം സാക്ഷാത്കരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അവർ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെ വണ്ടി നഷ്ടപ്പെട്ടു, അത് കണ്ടു കിട്ടിയില്ല, അത് സംശയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കില്ല. കൃത്യമാണ് പോയിരിക്കുന്നത് ഇവിടെയാണ്, അത് വീണ്ടെടുക്കാൻ ആവില്ല എങ്കിൽ പോലും അതിന്റെ ചെറിയൊരു മൈന്യൂട്ട് പാർട്ടെങ്കിലും കണ്ടെടുത്തുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഇവന് 1 രൂപ നയാ പൈസ ഇവന് ഇൻഷൂർ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവൻ 72 ദിവസം അവിടെ നിന്ന് അവന്റെ വണ്ടി കണ്ടെടുക്കുന്നത് വരെ. അതല്ലാതെ ഇവൻ ഡയലോഗ് അടിച്ചല്ലോ, ഇനി ഞാൻ ഈ ഗംഗാവലി പുഴയിൽ എന്റെ അർജുനിട്ടിട്ട് ഞാൻ പോരില്ല, ഗംഗാവലി പുഴയിൽ അർജുനെ ഞാൻ കൊണ്ടേ വരുള്ളൂ, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുമെന്നുള്ളൊക്കെ ഇവൻ വലിയ വായിൽ പത്രമാധ്യമങ്ങൾക്ക് മുൻപിൽ നാടകം കളിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ. എന്നിട്ടോ ആ അമ്മയടക്കമുള്ള അദ്ദേഹത്തിന്റെ അർജുന്റെ ഭാര്യ അടക്കമുള്ള സഹോദരനടക്കമുള്ള ഭാര്യ സഹോദരനടക്കമുള്ള അച്ഛനടക്കമുള്ള ആളുകൾ എന്താ പറഞ്ഞത്? ആലോചിച്ച് നോക്കൂ. ഇന്നും ആ മനാഫിന്റെ ശുദ്ധ ചെറ്റത്തരങ്ങൾ മാത്രമല്ല, ഇവന്റെ ഒരു ബില്ലിനെ കുറിച്ചൊക്കെ നമ്മുടെ DNA ന്യൂസിലെ മാർക്കോപോളോ എന്ന് സുമേഷ് മാർക്കോപോളോ അദ്ദേഹം കൊണ്ടുവന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഈ അർജുൻ അടക്കമുള്ള ആളുകൾ മരം കൊണ്ടുവരുന്നതിന്റെ ആ ഒരു ബില്ല് പ്രസിദ്ധീകരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ DNA ന്യൂസിലൂടെ. അതിൽ കൃത്യമായിട്ടും പറയുന്നുണ്ടായിരുന്നു, നോക്കൂ 30-35 ടണ്ണ് ഭാരമുള്ള മരം കൊണ്ടുവരുമ്പോൾ അതിനാകെ ബില്ലിൽ കാണിച്ചിരിക്കുന്നത് 25,000-ന് ചുവടെയുള്ള സംഖ്യയായിരുന്നു എന്നുള്ളത് കണ്ടതല്ലേ. മാത്രമല്ല ഇവന്റെ വീട്ടിൽ കർണാടക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നു എന്നുള്ള രീതിയിലൊക്കെ DNA ന്യൂസിലെ സുമേഷ് മാർക്കോപോളോ കൃത്യമായിട്ടും അദ്ദേഹത്തിന് കിട്ടിയ തെളിവുകളുടെയും വസ്തുതകളെയും അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നില്ലേ. അത്തരത്തിൽ കൃത്യമായിട്ടും ഇവനത്ര വലിയ നല്ല പുള്ളിയൊന്നുമല്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവന്റെ കഴിഞ്ഞ ദിവസത്തെ ഓരോ മാധ്യമ പ്രവർത്തകരോടും തിരിച്ചടിച്ച് അവൻ സംസാരിച്ച ആ സംസ്കാരം കേട്ടാൽ മതി. കൃത്യമായിട്ട് അവൻ പറയുന്നുണ്ട്, അവന്റെ മദ്രസ സംസ്കാരം ഇതാണ്, ഞാനിനി എന്തൊക്കെ ചെയ്താലും എനിക്കിവിടെ ഈ പറയുന്ന മദ്രസ പൊട്ടന്മാരുടെ കൂട്ടവും ജിഹാദികളുടെ കൂട്ടവും സുഡാപ്പി കൂട്ടവും എന്നെ സംരക്ഷിക്കുമെന്നുള്ളതും അതിന് കൂട്ടുചേർന്ന് മണ്ടൻ ഹിന്ദുവും മണ്ടൻ ക്രിസ്ത്യാനികളും പല പേരുകളിൽ അവനെ സംരക്ഷിക്കുമെന്നറിയാം. കാരണം ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ പറ്റുന്ന 2 വിഭാഗമാണല്ലോ ഈ ക്രിസ്ത്യൻസും ഹിന്ദുസും. അതിലൊരു പരിധിവരെ ക്രിസ്ത്യൻസിനെ ഒഴിവാക്കാം, ഹിന്ദുസിനെ നന്നായി പറ്റിക്കാൻ പറ്റും. അത് നടക്കുന്നുണ്ട് ഇന്നും സോഷ്യൽ മീഡിയയിൽ. ഈ മനാഫ് എന്ന് പറയുന്ന ഈ പക്കാ സുഡാപ്പിക്ക് കൊല്ലപ്പെട്ട അർജുന്റെ ഷെഡ്ഡി എന്ന് പോലും ഉച്ചരിച്ചുകൊണ്ട് അശ്ലീലപരമായിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹത്തോട് പോലും അനാദരവ് കാട്ടിയെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവാത്ത രീതിയിൽ ഈ അർജുന്റെ കുടുംബത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ അർജുന്റെ ബൈക്കല്ലേ ഞാൻ കാട്ടിക്കൊടുത്തുള്ളൂ, ഓന്റെ ഷെഡ്ഡി ഒന്നും കാട്ടിക്കൊടുത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അവനെ ഇപ്പോൾ
ഇപ്പോഴും മഹത്വവൽക്കരിച്ച് തോളിൽ കയറ്റി നടക്കുന്ന നിന്റെയൊക്കെ വീട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട് ആ മനുഷ്യനെ പറ്റി മാധ്യമങ്ങളിലൂടെ ഇതുപോലത്തെ ഒരു ചെറ്റവർത്താനം പറയുമ്പോൾ ഇവനെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന നിങ്ങൾക്കൊക്കെ ഇനിയെങ്കിലും നോവുകയുള്ളൂ. ഞങ്ങൾക്ക് ആദ്യം മുതലേ മനാഫിനെതിരെ ഞാനൊക്കെ നിലപാടെടുത്ത സമയത്ത് എന്റെ എത്രയോ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിന്റെയൊക്കെ ശകലങ്ങൾ കട്ട് ചെയ്ത് സുഡാപ്പികൾ ക്യാമ്പയിനായിട്ട് പ്രചരിപ്പിച്ച സമയത്തൊക്കെ സത്യത്തിൽ എനിക്ക് വേദന വന്നിരുന്നു. കാരണം ഈ മനാഫ് ഇത്തരത്തിൽ ഈ പറയുന്ന ദ്രോഹം ചെയ്തോ എന്നുള്ള എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇവന്റെ ഭാവാഭിനയം കണ്ടപ്പോൾ. പക്ഷെ ഞങ്ങളെല്ലാം സംശയിച്ചത്, ഞങ്ങളെല്ലാതും നിർത്താതെ ഘോരം പറഞ്ഞത് സത്യമാണെന്ന് തെളിയുമ്പോൾ അതിന്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അത് നിങ്ങൾ എത്ര തെറി വിളിച്ചാലും ഞങ്ങളെ ഒന്നും ഏശാൻ പോണില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മനാഫിന് വേണ്ടി ഇനിയും ഇത്തരത്തിൽ ഇങ്ങനെ തോളിൽ ഏറ്റി നടക്കുന്ന നീയൊക്കെ മനസ്സിലാക്കുക, നിന്റെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ അർജുന്റെ ഷെഡ്ഡി അല്ലല്ലോ ഞാൻ കാട്ടിക്കൊടുത്തതെന്ന് ചെറ്റവർത്താനം പറയുന്ന ഈ നാറിയെ പോലെയുള്ള മറ്റു നാറികൾ നിന്റെ വീട്ടിലെ നിന്റെ ഏതെങ്കിലും സഹോദരന്റെയോ സഹോദരിയുടെയോ ഷെഡ്ഡി അല്ലല്ലോ ഞാൻ കാണിച്ചു കൊടുത്തതെന്ന് പറയുമ്പോൾ അപ്പോഴും നീയൊക്കെ ഇതുപോലെയുള്ള ചെറ്റ വർത്താനം പറയുന്ന ചെറ്റ സുഡാപ്പികളെ തോളേറ്റി നടക്കണം എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.